ഹലോ. നമ്മൾ പൈത്തണിൻ്റെ പാർട്ട് 1 സീരീസിൽ നമ്മൾ പൈത്തണിനെ കുറിച്ച് അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ നോക്കി. അതുപോലെ വേരിയബിൾ എന്താണ്, ഡാറ്റ ടൈപ്പ് എന്താണ്, അതുപോലെ നമ്മൾ കുറച്ച് ഓപ്പറേറ്റേഴ്സ്, ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയതാണ്. ഇന്നത്തെ സെഷനിൽ നമുക്ക് സ്ട്രിങ് എന്താണ്, അതുപോലെ സ്ട്രിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, എന്നാലും സ്ട്രിങ്ങിൽ കുറച്ച് ഓപ്പറേഷൻ, അതുപോലെ സ്ട്രിങ്ങിൽ വരുന്ന ഇൻബിൽറ്റ് ഫങ്ഷൻസ്, രണ്ട് ഇൻബിൽറ്റ് ഫങ്ഷൻ പഠിച്ചായിരുന്നു, പ്രിൻ്റ് അതുപോലെ ടൈപ്പ് എല്ലാം. വേറെയും ഒരുപാട് ഇൻബിൽറ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് സ്ട്രിങ്ങിൽ വരുന്ന കുറച്ച് ഇൻബിൽറ്റ് ഫങ്ഷന്, അതിൻ്റെ കൺകാജിനേഷൻസ്, അതുപോലെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നോക്കാനുള്ളത്. ഫസ്റ്റ് ഇവിടെ സ്ട്രിങ് എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് സ്ട്രിങ് എന്താണ്, ഒരു ഡാറ്റ ടൈപ്പ് ആണല്ലേ. നമ്മൾ ഡാറ്റ ടൈപ്പിൽ എന്ത് പറഞ്ഞു, സ്ട്രിങ് ഉണ്ട്, ഇൻറ്റിജർ ഉണ്ട്, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഡാറ്റ ടൈപ്പിൽ പറഞ്ഞതാണ്. ആ ഒരു ഡാറ്റ ടൈപ്പ് എന്താണെന്നാണ് ഇവിടെ ജസ്റ്റ് ഞാനൊരു ഡെഫിനേഷൻ കൊടുത്തിട്ടുള്ളത്. സ്ട്രിങ് ഈസ് എ ഡാറ്റ ടൈപ്പ് ദാറ്റ് സ്റ്റോർ എ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ്. അതായത് നമ്മൾ സ്ട്രിങ് എങ്ങനെ എഴുതിയിരുന്നത്, ഡബിൾ കോഡ്സിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു സെൻറ്റൻസോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വേർഡോ അല്ലേ, നമ്മൾ ഹലോ വേൾഡ് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ എഴുതിയായിരുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഓരോരോ ക്യാരക്ടേഴ്സിന് നമ്മൾ ആഡ് ചെയ്തിട്ടാണ് ഓരോ സെൻറ്റൻസ് വേർഡൊക്കെ ഉണ്ടാക്കുന്നത്. സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് അതല്ല നമ്മൾ ചെയ്ത് വെച്ച ആ ഒരു സെയിം പ്രോഗ്രാം ഞാനിത് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കിത് കളയാം. അതിന് പകരം ഞാനിവിടെ str സ്ട്രിങ്ങിൻ്റെ ഷോർട്ടാക്കി കൊടുക്കുന്നതാണ്. ഞാൻ ഹലോ വേൾഡ്, നമുക്കറിയാം ഇത് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫംഗ്ഷൻ്റെ അകത്തുകൂടി നമ്മൾ സ്ട്രിങ് ഈ ഒരു വേരിയബിൾ നെയിം പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ കിട്ടും. റൈറ്റ്, ഹലോ വേൾഡ്. അപ്പോൾ ഇതെന്താണ്, ഒരു സ്ട്രിങ് ആണ്. അതായത് ഒരുപാട് ക്യാരക്ടേഴ്സ് ആഡ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രിങ്. സ്ട്രിങ് നമുക്ക് ഡബിൾ കോഡ്സിൻ്റെ അകത്ത് എഴുതാം, അതുപോലെ സിംഗിൾ കോഡ്സിൻ്റെ അകത്ത് എഴുതാം, ട്രിപ്പിൾ കോഡ്സിൻ്റെ അകത്തൊക്കെ നമുക്ക് സ്ട്രിങ് പാസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ സ്ട്രിങ് 1 എന്ന് എഴുതിയിട്ട് സിംഗിൾ കോഡ്സിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്താം, ഡാഷ് ഓപ്ഷൻ എഴുതാം. സോറി, നമ്മളത് പ്രിൻ്റ് ചെയ്തിട്ടില്ല. പ്രിൻ്റിൽ എന്ത് കൊടുക്കാം, പ്രിൻ്റിൽ സ്ട്രിങ് 1 നമുക്ക് ജസ്റ്റ് പാസ് ചെയ്യാം. ഇവിടെ ഉണ്ടോ, അത് സിംഗിൾ കോഡ്സിൻ്റെ അകത്തിട്ട് കഴിഞ്ഞാലും ഡബിൾ കോഡ്സിൽ ഇട്ട് കഴിഞ്ഞാലും അത് സ്ട്രിങ് ആയിരിക്കും ഡാറ്റ ടൈപ്പ്. ഓക്കെ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ കോഡ്സിൻ്റെ അകത്തും ഇടാം. ഞാൻ മറ്റൊരു വേരിയബിൾ ഞാനിവിടെ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്, str. അതിലോട്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, ട്രിപ്പിൾ കോഡ്സ് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ജസ്റ്റ് DevOps എന്ന് കൊടുക്കാം. DevOps വീണ്ടും പ്രിൻ്റ് കോൾ ചെയ്യാൻ മറന്നു. പ്രിൻ്റ് ഫംഗ്ഷൻ്റെ അകത്ത് എന്ത് പാസ് ചെയ്യാം, str2. ഓക്കെ, str2 ഞാൻ പാസ് ചെയ്തു. ഹലോ വേൾഡ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ ബാഷ് ഓപ്സ്, ഡെവോപ്സ്. നമ്മൾ 3 സ്ട്രിങ് ചെയ്തു അല്ലേ, അതായത് 3 വേരിയബിളിൽ നമ്മൾ 3 സ്ട്രിങ് എന്ത് ചെയ്തു, അസൈൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചത് എന്താണ്, ഡബിൾ കോഡ്സിൻ്റെ അകത്ത് എഴുതുന്നതും സ്ട്രിങ് ആണ്, അല്ല എന്നുണ്ടെങ്കിൽ സിംഗിൾ കോഡ്സിൻ്റെ അകത്തും എഴുതാം, അതല്ല എന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ കോഡ്സിൻ്റെ അകത്തും നമുക്ക് എന്ത് എഴുതാം, സ്ട്രിങ് എഴുതാം. പക്ഷേ നമ്മൾ എപ്പോഴും പ്രോഗ്രാമിങ്ങിൽ പൈത്തണിലൊക്കെ യൂസ് ചെയ്യുന്നത് ഡബിൾ കോഡ്സ് ആണ്. വേറൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സെൻറ്റൻസോ, ഇപ്പോൾ നമുക്ക് സ്ട്രിങ്ങിൻ്റെ അകത്ത് പലതും എഴുതാം. ഒരു സെൻറ്റൻസ് എഴുതാം, ഒരു പാരഗ്രാഫ് എഴുതാം, അല്ല ഒരുപാട് കാര്യങ്ങൾ, അല്ലാണ്ട് ചെറിയ ഒരു സിംഗിൾ ക്യാരക്ടറോ കാര്യങ്ങളോ എന്തും എഴുതാം. ഞാനിവിടെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബി മാത്രം കൊടുക്കുന്നുള്ളൂ, ഒരു സിംഗിൾ ക്യാരക്ടർ കൊടുക്കുന്നുള്ളൂ. അതും എനിക്ക് എന്ത് ചെയ്ത് വരും, ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും അല്ലേ. നമ്മൾ ചില ടൈമിൽ എന്താ പറയുക, അപ്പോസ്ട്രോഫി എസ് ഒക്കെ ഇടാറില്ല. ആ ടൈമിൽ നമ്മൾ സിംഗിൾ കോഡ്സിൻ്റെ അകത്താണ് ഇതുപോലെ സ്ട്രിങ് പാസ് ചെയ്യണത് എന്നുണ്ടെങ്കിൽ ചെറിയൊരു ഇഷ്യൂ വരും. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ
സ്റ്റുഡൻസ് അപ്പോസ്ട്രോഫി എസ് ഇടുമല്ലോ. അപ്പോൾ ശരിക്കും പൈത്തണിന് ഇവിടെ ഒരു കൺഫ്യൂഷൻ വരും. ഞാൻ ഇവിടെ യൂസ് ചെയ്തത് അപ്പോസ്ട്രോഫി എസ് ആണ്. പക്ഷേ ഇവിടെ ഈ ഒരു സിംഗിൾ കോട്ട്സ് ഓപ്പൺ ചെയ്യുന്നുണ്ട്, ഇവിടെ ക്ലോസ് ചെയ്യുന്നുണ്ട്. ഈ എസ് കണ്ടോ, ഇവിടെ ഒരു എറർ അടിച്ച് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാറ്, കൂടുതലും ഡബിൾ കോട്ട്സ് തന്നെയാണ് യൂസ് ചെയ്യാറ്. ഓക്കെ, എന്ത് മനസ്സിലാക്കുക, സിംഗിൾ കോട്ട്സിലും നമുക്ക് എഴുതാം, ട്രിപ്പിൾ കോട്ട്സിലും ഒക്കെ എഴുതാം. പക്ഷെ നമ്മൾ നോർമലി എന്താ യൂസ് ചെയ്യാറ്, ഓൾവേസ് ഡബിൾ കോട്ട്സ് ആണ്. ഓക്കെ, അത് ഇതുപോലെ നമുക്ക് അടുത്ത് പറയാനുള്ളത് എസ്കേപ്പ് സീക്വൻസ് ക്യാരക്ടേഴ്സ്. അതും സ്ട്രിങ്ങിൽ വരുന്നതാണ്. എസ്കേപ്പ് സീക്വൻസ് ക്യാരക്ടർ ഇതെന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഒരു പാരഗ്രാഫ് നമ്മൾ സ്ട്രിങ്ങിൻ്റെ അകത്ത് ഡബിൾ കോട്ട്സിൽ ഒരു വലിയൊരു സെൻറ്റൻസ് എഴുതുകയാണ്. ഇപ്പോൾ നമ്മൾ എഴുതിയതെല്ലാം ചെറുതാണല്ല, അപ്പോൾ നമ്മളൊരു വലിയ സെൻറ്റൻസ് എഴുതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പാരഗ്രാഫ് എഴുതുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നെക്സ്റ്റ് ലൈനായിട്ട് ചിലപ്പോൾ എഴുതേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സ്പേസ് അല്ലാതെ നമുക്കൊരു ടാബ് സ്പേസ് ഒക്കെ വിടേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചെറിയ ഷോർട്ട് കട്ട്സ് ആണ് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതാണ് നെക്സ്റ്റ് പറഞ്ഞത്. ടെർമിനൽ എടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എന്താ ഇവിടെ ചെയ്തു തരുന്നത്, ഹലോ വേൾഡ് എന്നാണല്ലേ. ഞാനിവിടെ ഹലോ വേൾഡ് ജസ്റ്റ് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ലേണിംഗ് പൈത്തൺ. നെക്സ്റ്റ് ഞാനൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ഞാൻ എന്താ എഴുതുന്നുണ്ട്, ലേണിംഗ് സ്ട്രിങ് എന്നോ എന്തെങ്കിലും ഞാൻ കുറച്ച് സെൻറ്റൻസസ് എഴുതുകയാണ്. ലേണിംഗ് സ്ട്രിങ് ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഹലോ വേൾഡ്. അത് കഴിഞ്ഞ് ഞാൻ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ അടുത്തൊരു സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട്. അതുപോലെ 3 സെൻറ്റൻസ് ചെയ്തിട്ട് ഇത് 3 എന്താണ്, ഒരു വേരിയബിളിൻ്റെ അകത്താണ് എന്താവാൻ പോകുന്നത്, സ്റ്റോർ ചെയ്യുന്നത് അല്ലേ. ഞാനിത് ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, റൺ ചെയ്യുന്നുണ്ട്. ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, ഒരു സിംഗിൾ ലൈനിൽ തന്നെ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. ഈ ഡിഫറെൻറ്റ് ലൈനിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ ഈ ഒരു ഹലോ വേൾഡ് മാത്രം ഈ ഒരു സ്ട്രിങ്ങിൽ കൊടുക്കണം. നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്യണം, വേറൊരു വേരിയബിൾ കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് ഞാൻ എന്ത് കൊടുക്കണം, ലേണിംഗ് പൈത്തൺ കൊടുക്കണം. നെക്സ്റ്റ് വേറെ ഒരെണ്ണം കൂടി ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും കിട്ടും. പക്ഷേ നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ലൈൻ ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്നതാണ് ബാക്ക് സ്ലാഷ് ഉണ്ടല്ലോ, ബാക്ക് സ്ലാഷ് ഒരു എൻ ഇടുക. ബാക്ക് സ്ലാഷ് എൻ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും റൺ ചെയ്യുന്നുണ്ട് പ്രോഗ്രാം. നമുക്കിവിടെ കാണാം ഹലോ വേൾഡ് കഴിഞ്ഞിട്ട്, അതായത് നമ്മുടെ ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞതിന് ശേഷം എന്ത് സംഭവിച്ച്, ബാക്കി വരുന്ന ആ ഒരു സെൻറ്റൻസ് നെക്സ്റ്റ് ലൈനിലോട്ട് ജമ്പ് ചെയ്തു അല്ലേ. നമ്മൾ ഈ ഒരു ക്യാരക്ടർ യൂസ് ചെയ്തതുകൊണ്ടാണ്, ഈ ബാക്ക് സ്ലാഷ് എൻ യൂസ് ചെയ്തുകൊണ്ടാണ്. ഇവിടെ ഒരു സ്പേസ് കിടക്കുന്നുണ്ട്, അത് ഇതിൻ്റെയാണ്. കുറച്ചും കൂടി ഒരു സ്പേസ് ഇവിടെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്കത് പ്രോപ്പറായിട്ട് നെക്സ്റ്റ് ലൈനിൽ കാണാം. ഉണ്ടോ, ഹലോ വേൾഡ്, അതുപോലെ ലേണിംഗ് പൈത്തൺ, ലേണിംഗ് സ്ട്രിങ്. ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ബാക്ക് സ്ലാഷ് എൻ യൂസ് ചെയ്യാം. അപ്പോൾ അതും എന്താവും, നെക്സ്റ്റ് ലൈനിലോട്ട് ജമ്പ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് എന്ത്, എസ്കേപ്പ് സീക്വൻസ് ക്യാരക്ടേഴ്സ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ലൈന് ജമ്പ് ചെയ്യണമെന്നുണ്ട്, അതായത് ഒരു സിംഗിൾ സ്ട്രിങ്ങിൽ നെക്സ്റ്റ് ലൈനിലോട്ട് ജമ്പ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, എനിക്കൊരു ടാബ് സ്പേസ് വിടണം. ഓക്കെ, ടാബ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VS കോഡിൽ തന്നെ അതിൻ്റെ പ്രോപ്പർ കാര്യങ്ങൾ കാണാം. ഞാനിത് ജസ്റ്റ് ഇവിടെ ഞാൻ നെക്സ്റ്റ് ലൈനിലോട്ട് ഞാനുള്ള ക്യാരക്ടർ കൊടുക്കുന്നില്ല, പകരം ഞാൻ എന്ത് ചെയ്യണം, ബാക്ക് സ്ലാഷ് ടി ആണ് യൂസ് ചെയ്യുന്നത്. ടി യൂസ് ചെയ്യുന്നത് ടാബ് സ്പേസിന് വേണ്ടിയിട്ടാണ്. പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം, ഉണ്ടോ, ഹലോ വേൾഡ് ഒരു ലൈനിൽ വന്നു. എന്നിട്ട് ഇവിടുന്ന് എന്ത് ചെയ്തു, നെക്സ്റ്റ് ലൈനിലോട്ട് ജമ്പ് ചെയ്തു, ലേണിംഗ് പൈത്തൺ. അവിടുന്ന് എന്ത് ചെയ്തു, കണ്ടോ, ഇവിടെ ഒരു ഹ്യൂജ് ഒരു ടാബ് സ്പേസ് കിടക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്, നമ്മൾ ഈ ബാക്ക് സ്ലാഷ് ടി ഈ ഒരു ക്യാരക്ടർ എസ്കേപ്പ് ക്യാരക്ടർ യൂസ് ചെയ്തുകൊണ്ടാണ് അവിടെ ആ ഒരു സ്പേസ് കിടക്കുന്നത്. അതുപോലെ നമുക്ക് ഒരു സ്ട്രിങ്ങിൻ്റെ അകത്ത് നെക്സ്റ്റ് ലൈനിലോട്ട് ജമ്പ് ചെയ്യണം, അല്ലാണ്ടെങ്കിൽ ഒരുപാട് സെൻറ്റൻസസ് ഉള്ള ഒരു സ്ട്രിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് ലൈനിലോട്ട് ജമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ ഒരു ക്യാരക്ടേഴ്സ് എസ്കേപ്പ് ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യാം. അതല്ല നമുക്കൊരു ഹ്യൂജ് സ്പേസ് വേണം, ഒരു ടാബ് സ്പേസ് വേണം അവിടെ ക്രിയേറ്റ് ചെയ്യണം, 2 സെൻറ്റൻസിൻ്റെ ഇടയിൽ ടാബ് സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബാക്ക് സ്ലാഷ് ടി ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ സ്ട്രിങ്
എന്താന്ന് മനസ്സിലാക്കുക. ഒരുപാട് ക്യാരക്ടേഴ്സ്, സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് ഒരു സ്ട്രിങ് അല്ലേ. അപ്പോൾ നമുക്ക് അതിൽ എന്ത് കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ എഴുതി പിടിപ്പിക്കുക. അതുപോലെ തന്നെ അതിൽ നമ്മൾ എന്ത് പഠിച്ചു? ഈ എസ്കേപ്പ് ക്യാരക്ടേഴ്സ്. നെക്സ്റ്റ് ലൈനിലോട്ട് ജമ്പ് ചെയ്യണം, അതിനൊരു ടാബ് സ്പേസ് വേണം. അപ്പോൾ അതിനൊക്കെ യൂസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആണ് ഈ കാണുന്നത്. VS കോഡ് ആയതുകൊണ്ടാണ് നമുക്കിത് എന്ത് ചെയ്യുന്നത്, കുറച്ചും കൂടി നല്ല രീതിയിലൊക്കെ മനസ്സിലാവുന്നത്. അതായത് ഈ ഒരു എസ്കേപ്പ് ക്യാരക്ടേഴ്സ് ഒരു ഡിഫറെൻറ്റ് കളറിലാണ്, സ്ട്രിങ്ങിൻ്റെ അകത്ത് വരുന്ന ക്യാരക്ടേഴ്സ് വേറൊരു കളറിലാണ് അല്ലേ, വേരിയബിള് മറ്റൊരു കളറിലാണ്. അപ്പോൾ അതുപോലെ തന്നെ ഓൾറെഡി ബിൽറ്റിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് എല്ലാം നമ്മൾ എൻറ്റർ ചെയ്യുമ്പോൾ ഇവിടെ സജഷൻ വരുന്നുണ്ട് കണ്ടോ. അതായത് ഞാൻ ജസ്റ്റ് പ്രിന്റ് ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ പ്രിന്റ് എന്നുള്ള ആ ഒരു സജഷൻ വരുന്നുണ്ട്. ഇതുപോലെ ബിൽറ്റിൻ ആയിട്ടുള്ളതൊക്കെ ഫങ്ഷൻസ് എടുത്ത് കാണിക്കും. ഇപ്പോൾ ടൈപ്പ് ഞാൻ ജസ്റ്റ് TY മാത്രം ഞാൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ടൈപ്പ് എന്നുള്ള സജഷൻ വരുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ എൻ്റർ അടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ എടുക്കും. അപ്പോൾ അതെല്ലാം എന്താ പറയുക, നമ്മളുടെ ഈ ഒരു VS കോഡിൻ്റെ ഒരു ഫീച്ചേഴ്സാണ് നമുക്ക് വരുന്ന ഒരു സംഭവം. അതായത് ഇവിടെ എസ്കേപ്പ് സീക്വൻസ് ക്യാരക്ടേഴ്സ് ഏതാണ്, നമുക്ക് നെക്സ്റ്റ് ലൈൻ അല്ലേ, നെക്സ്റ്റ് ലൈനിലോട്ട് ജമ്പ് ചെയ്യുന്നത്. അതുപോലെ ഒരു ടാബ് സ്പേസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യം. ഇതൊക്കെയാണ് നമ്മുടെ എസ്കേപ്പ് ക്യാരക്ടേഴ്സിൽ വരുന്നത്, ടാബ് സ്പേസ്. നെക്സ്റ്റ് ലൈനിൽ നമ്മൾ എന്ത് യൂസ് ചെയ്തിരുന്നത്, \n, സ്മോൾ ലെറ്റർ n, ടാബ് സ്പേസിന് \. സിമ്പിൾ കാര്യമാണ്, അത് ജസ്റ്റ് രണ്ടും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ നമ്മൾ ഫസ്റ്റ് പാർട്ട് 1 സീരീസിൽ എന്ത് ചെയ്തായിരുന്നു, 2 ഇൻറ്റിജേഴ്സ് തമ്മിൽ നമ്മൾ ആഡ് ചെയ്തായിരുന്നു അല്ലേ. അതായത് അരിതമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ചിട്ട്, അരിതമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയായിരുന്നു, അഡീഷൻ, അതുപോലെ സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇത്തരം കാര്യങ്ങളൊക്കെ. അതുപോലെ റിമൈൻഡർ കാണുന്ന മൊഡ്യൂള് ഓക്കെ. അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രിങ്ങുകൾ തമ്മിലും ആഡ് ചെയ്യാം. ആഡ് ചെയ്യുന്നതിന് നമ്മൾ പൈത്തണിൽ പറഞ്ഞ കൺകാജിനേഷൻ എന്ന് പറയാറ്. കൺകാജിനേഷൻ. അതായത് 2 സ്ട്രിങ്ങുകൾ തമ്മിൽ നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം, അത് കൺകാറ്റിനേറ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. സ്ട്രിങ് പ്ലസ് സ്ട്രിങ്. ഇതൊരു ഇൻറ്റിജറിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ ഒന്നുമില്ല അല്ലേ. അതായത് 2 + 2 എന്ന് 2 ഇൻറ്റിജർ വാല്യൂസ് ആണ്, നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് 4 കിട്ടും. നമ്മളത് ഓൾറെഡി പ്രാക്ടീസ് ചെയ്ത് നോക്കിയതാണ്. സെയിം കാര്യം നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രിങ് ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചെയ്യാം. ഇവിടെ ഞാൻ ഹലോ എന്ന് മാത്രം കൊടുക്കുന്നുള്ളൂ. ഓക്കെ, ഒരു വേരിയബിളിൽ ഞാൻ എന്ത് കൊടുത്തു, സ്ട്രിങ് str1 എന്ന് കൊടുക്കാം. str1ൽ ഹലോ കൊടുത്തു. അതുപോലെ str2 സ്ട്രിങ് 2 എന്ന് പറഞ്ഞിട്ട് മറ്റൊരു വേരിയബിളിൽ ഞാൻ എന്ത് കൊടുക്കുന്നുണ്ട്, വേൾഡ് എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, വേൾഡ്. നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്ട്രിങ് 1ഉം സ്ട്രിങ് 2ഉം കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പം ഇവിടെ ഇഷ്യൂസ് ഇല്ല. അതായത് ഇതും ഡാറ്റ ടൈപ്പ് സ്ട്രിങ് ആണ്, ഇതും സ്ട്രിങ് ആണ്. സ്ട്രിങ്ങും നമുക്ക് ആഡ് ചെയ്യാം, ഇൻറ്റിജറും നമുക്ക് ആഡ് ചെയ്യാം. കഴിഞ്ഞ പാർട്ട് 1ൽ നമ്മൾ എന്ത് ചെയ്തിരുന്നു, ഒരു സ്ട്രിങ്ങും ഇൻറ്റിജറും നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കിയിരുന്നു. ഇത് നമ്മൾ എന്താ ചെയ്തത്, കൺവേർട്ട് ചെയ്തു അല്ലേ. അതായത് ഏതെങ്കിലും ഒരു ഡാറ്റ ടൈപ്പിന് നമ്മൾ സ്ട്രിങ്ങിനെ എന്ത് ചെയ്തു, ഇൻറ്റിജറിലോട്ട് കൺവേർട്ട് ചെയ്തു. അതുപോലെ ഇൻറ്റിജറിനെ സ്ട്രിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയായിരുന്നു. ഇവിടെ നമുക്ക് ആ ഒരു കൺവേർഷൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ കൺകാറ്റിനേറ്റ് ചെയ്യാൻ പോകുന്ന 2 വാല്യൂ എന്താണ്, സ്ട്രിങ് തന്നെയാണ്. ആഡ് ചെയ്യാൻ ഞാൻ ജസ്റ്റ് പ്രിൻറ്റ് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നുണ്ട്. പ്രിൻറ്റ് ഫംഗ്ഷൻ്റെ അകത്ത് സ്ട്രിങ് 1 അല്ലേ, സ്ട്രിങ് 1 ആഡ് ചെയ്യണം. അതായത് പ്ലസ് കൺകാറ്റിനേറ്റ് ചെയ്യണം സ്ട്രിങ് 2. നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് എന്താ ആക്ച്വലി വരിക എന്ന് നോക്കാം. ഔട്ട്പുട്ട് വന്നു. അതായത് രണ്ടും എന്ത് ചെയ്തു, ജസ്റ്റ് ആഡ് ചെയ്തു അല്ലേ. ഇവിടെ കണ്ടോ, ഹലോ വേൾഡ്. അതായത് സ്പേസും കാര്യങ്ങളൊന്നും ഇല്ലാതെ പ്രോപ്പറായിട്ട് കൺകാറ്റിനേറ്റ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഒരു സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്പേസ് ഇട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, അതിൻ്റെ ഒരു ഇൻഡൻറ്റേഷൻ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് സ്റ്റാൻഡേർഡ് ഒരു ഫോർമാറ്റിൽ എഴുതുക എന്നുള്ള അവിടെ ഒരു സ്പേസ് കിട്ടുന്നതുകൊണ്ട് അതും ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്കൊന്ന് ടെസ്റ്റ് നോക്കാം. കണ്ടോ, ഞാൻ ഇവിടെ സ്പേസ് വിട്ട് കഴിഞ്ഞാലും എനിക്ക് ഇങ്ങനെ തന്നെ ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ എനിക്കൊരു എക്സ്ട്രാ സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കുക. അതായത് ഡബിൾ കോഡ്സിൻ്റെ അകത്ത് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, ഒരു ബ്ലാങ്ക് സ്പേസ് ഞാൻ ഇട്ട് കൊടുത്തു. നമ്മൾ ക്യാരക്ടർ സെറ്റ് പറഞ്ഞ ടൈമിൽ എന്ത് പറഞ്ഞായിരുന്നു,
ഡിജിറ്റ്സ്, ലെറ്റേഴ്സ്, ബ്ലാങ്ക് സ്പേസ്, ആസ്കി, യൂണിക്കോഡ് ഇത്തരം സംഭവങ്ങളെല്ലാം പൈത്തൺ അക്സെപ്റ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 2 സ്ട്രിങ് ഓൾറെഡി ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ജസ്റ്റ് ഒരു സ്പേസ് ഇട്ട് കൊടുക്കും. ആ സ്പേസ് ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു ഡബിൾ കോഡ്സ് ഇടണം. ഡബിൾ കോഡ്സ് ഇടാതെ ഞാൻ നേരത്തെ സ്പേസ് ഇട്ടു അല്ലേ, നമ്മൾ കണ്ടോ, ഇവിടെ ഞാൻ സ്പേസ് ഇട്ടു. പക്ഷെ അതിൽ ഒരു മീനിങ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡബിൾ കോഡ്സിൻ്റെ അകത്ത് ഒരു സ്പേസ് ഇട്ട് കൊടുക്കും. വീണ്ടും റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതൊന്നും കൂടി ആ ഹലോ വേൾഡ് എന്നുള്ളത് ഇവിടെ എന്ത് ചെയ്യുക, ഒരു പ്ലസ് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ സ്ട്രിങ് 1 പ്ലസ് അതിൻ്റെ കൂടെ ഒരു സ്പേസും കൂടി ആഡ് ചെയ്യും. അതിൻ്റെ കൂടെ നമ്മളുടെ സെക്കൻഡ് സ്ട്രിങ്ങും കൂടി അവിടെ വരും. നമ്മൾ ഇവിടെ ഒരു പ്ലസ് ഇടാത്ത ഒരു ഇഷ്യൂ കൊണ്ടാണ് ഇവിടെ ഒരു എറർ മെസ്സേജ് വന്നത്. അതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് റൺ ചെയ്യുന്നുണ്ട് പ്രോഗ്രാം. ഇപ്പോൾ ഇവിടെ കണ്ടോ, നേരത്തെ നമുക്ക് വന്ന പോലെ ഒരു ഔട്ട്പുട്ട് അല്ല. നേരത്തെ എന്തായിരുന്നു, ഈ ഹലോ വേൾഡ് ആ 2 വേർഡിൻ്റെയും ഇൻ ബിറ്റ്വീൻ ഒരു സ്പേസ് ഇല്ലായിരുന്നു. ഇപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ഒരു സ്പേസ് കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, കൺകാജിനേറ്റ് ചെയ്യാം. 2 സ്ട്രിങ്ങുകളെ തമ്മിൽ കൺകാജിനേറ്റ് ചെയ്യുന്നതും പോസിബിളാണ്. ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, 2 വേരിയബിളിൽ, അതായത് നമ്മൾ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലോട്ട് 2 സ്ട്രിങ്, ഒരു വേരിയബിളിലോട്ട് ഒരു സ്ട്രിങ് നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റൊരു വേരിയബിളിലോട്ടും ഒരു സ്ട്രിങ് നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മളിപ്പോൾ ജസ്റ്റ് നമ്മൾ കൺകാജിനേറ്റ് ചെയ്ത് നോക്കിയത് അല്ലേ. ഇനി നമുക്ക് ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ലെങ്ത് അറിയാൻ ഒരു ബിൽറ്റിനായിട്ട് ഒരു ഫങ്ഷൻ ഉണ്ട്. ജസ്റ്റ് പ്രിൻറ്റിൻ്റെ അകത്ത് നമ്മൾ കഴിഞ്ഞ സെഷനിൽ ടൈപ്പ്, അതായത് ഏത് ഡാറ്റ ടൈപ്പ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈപ്പ് ഫങ്ഷൻ യൂസ് ചെയ്തു അല്ലേ. അതുപോലെ ലെങ്ത്തിൻ്റെ ഷോർട്ടായിട്ട് LEN, ലെങ്ത് ബ്രാക്കറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ഏത് സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ആണോ നമുക്ക് അറിയേണ്ടത് ആ സ്ട്രിങ് നമ്മൾ ജസ്റ്റ് പാസ് ചെയ്ത് വിടുക. സ്ട്രിങ് 1 പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം 5, അതായത് 1 അവിടെ ആക്ച്വലി സംഭവിച്ചത് അതിൻ്റെ ലെങ്ത് ആണ് അവിടെ 5 എന്ന് കാണിച്ചത്. നമ്മളുടെ സ്ട്രിങ് എന്തായിരുന്നു, ഹലോ എന്നായിരുന്നു അല്ലേ. ഹലോ, ഇതെന്തായിരിക്കും, ക്യാരക്ടേഴ്സിൻ്റെ ഒരു കൗണ്ടാണ് ആക്ച്വലി അവിടെ എടുക്കുന്നത്. ഇത് 1, ഈ എന്തായിരിക്കും, ഈ 2, ഇത് 3, 4, 5. ഇങ്ങനെയാണ് ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹലോ എന്ന് പറയുന്ന ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്, 5 ആണ് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ ആക്ച്വലി നമ്മളൊരു പാരഗ്രാഫോ അല്ലാണ്ട് വലിയ സെൻറ്റൻസൊക്കെ എഴുതുമ്പോൾ നമുക്ക് ആ ഒരു എൻ്റയർ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് മേ ബി ചില ടൈമിൽ വേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബിൽറ്റ് ഇൻ ഫങ്ഷനാണ് ലെങ്ത്. ഇതിൻ്റെ അകത്ത് നമ്മളുടെ വേരിയബിൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രിങ് എന്താണോ ആ സ്ട്രിങ് നമ്മൾ ജസ്റ്റ് പാസ് ചെയ്യാം. നമ്മൾ പഠിച്ച, അതായത് ടോട്ടലി നമ്മൾ നോക്കിയ എല്ലാവിധ ഇൻബിൽറ്റ് ഫങ്ഷൻസും ജസ്റ്റ് ഒന്ന് നോക്കുക. അതായത് നമ്മൾ ലെങ്ത് കാണാനുള്ളത്, അതുപോലെ ഏത് ഡാറ്റ ടൈപ്പ് ആണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്ത ഒരു ഇൻബിൽറ്റ് ഫങ്ഷൻ ഉണ്ടായിരുന്നു. അതുപോലെ ഏതെങ്കിലും ഒരു സ്ട്രിങ്ങിനെ അല്ലാണ്ട് ഒരു ഫ്ലോട്ടിനെ നമുക്ക് ഇൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ സ്ട്രിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഈ ഫ്ലോട്ടിലോട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൺവേർട്ട് ചെയ്യാം. അതിന് ഫ്ലോട്ട് എന്ന് യൂസ് ചെയ്തിട്ട് ആ ഫ്ലോട്ടിൻ്റെ അകത്ത് എന്താണോ കൺവേർട്ട് ചെയ്യേണ്ടത് അത് നമ്മൾ പാസ് ചെയ്ത് വിട്ടാൽ മതി. ഓക്കെ, അതുപോലെ നമ്മൾ ഫസ്റ്റ് പഠിച്ച ഒരു ബിൽറ്റ് ഇൻ ഫങ്ഷനായിരുന്നു പ്രിൻറ്റ്. അപ്പോൾ തന്നെ നമ്മൾ കുറച്ച് എന്ത് ചെയ്തു, ഇൻബിൽറ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞു. ഇതിൽ നമ്മൾ കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യാം. ഇതിന് കുറച്ചും കൂടി ഒരു വൃത്തിയിൽ എഴുതി കഴിഞ്ഞാൽ ഞാനിവിടെ ലെങ്ത്തിൻ്റെ ഷോർട്ട് 1 എന്ന് കൊടുത്തിട്ട് അതിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, TR1. ഇവിടെ എന്താ സംഭവിക്കുന്നത്, സ്ട്രിങ് 1ൻ്റെ ലെങ്ത്ത് എത്രയാണോ അത് എടുക്കും, എന്നിട്ട് അതെന്ത് ചെയ്യും, ഈ വേരിയബിളിൽ സ്റ്റോർ ചെയ്ത് വെക്കും അല്ലേ. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ജസ്റ്റ് ഇവിടുന്ന് ഇവിടെയും ഞാൻ ജസ്റ്റ് മറ്റൊരു വേരിയബിൾ ലെങ്ത്ത് 2 എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്ട്രിങ് 2ൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്, ലെങ്ത്തും ഞാൻ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. TR നമുക്ക് എന്ത് ചെയ്യാം,
ഇതിനെ ജസ്റ്റ് കൺകാജിനേറ്റ് ചെയ്യാം. ഇതിന് ഔട്ട്പുട്ട് എന്നോ റിസൾട്ട് എന്നൊക്കെ ഉള്ള ഒരു പേരിൽ ഞാൻ ജസ്റ്റ് മറ്റൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലോട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, സ്ട്രിങ് സ്ട്രിങ് 1 പ്ലസ് സ്ട്രിങ് 2. സ്ട്രിങ് 1ഉം സ്ട്രിങ് 2ഉം കൂടെ കൺകാജിനേറ്റ് ചെയ്താൽ എന്ത് കിട്ടും, ഹലോ വേൾഡ് എന്നുള്ള ഒരു സിംഗിൾ സെൻറ്റൻസ് അല്ലാണ്ട് ഒരു സിംഗിൾ സ്ട്രിങ് കിട്ടും അല്ലേ. ആ സ്ട്രിങ് എവിടെ ഉണ്ടായിരിക്കും, ഔട്ട്പുട്ടിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് ഇതിൻ്റെ അകത്ത് ഔട്ട്പുട്ട് ജസ്റ്റ് പ്രിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഹലോ വേൾഡ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു പ്രിന്റ് നമുക്ക് കോൾ ചെയ്യാം. പ്രിന്റ് കോൾ ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാം, then 1, അതായത് ഇതിൻ്റെ ലെങ്ത് പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ പറഞ്ഞു കൊടുക്കാം. അതുപോലെ ഇവിടെയും ഒരു പ്രിന്റ് കൊടുക്കാം അല്ലേ. രണ്ടിൻ്റെ ലെങ്ത് അറിയാൻ വേണ്ടിയിട്ട് പ്രിന്റിൽ നമുക്കത് ഡിസ്പ്ലേ ചെയ്ത് കാണണം. ഇപ്പോൾ ഇവിടെ ഓൾറെഡി ലെങ്ത് എടുത്തിട്ടുണ്ട്. ആ ലെങ്ത് സ്റ്റോർ ചെയ്ത് നമ്മുടെ പ്രോഗ്രാമിംഗ് മെമ്മറിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രിന്റ് ഫംഗ്ഷൻ്റെ അകത്ത് കൂടെ അത് കടത്തി വിടണം. എന്നാലേ നമുക്ക് സ്ക്രീനിൽ അത് ഡിസ്പ്ലേ ചെയ്യത്തുള്ളൂ. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഒരു പ്രിന്റ് ഫംഗ്ഷൻ്റെ അകത്ത് ലെങ്ത്തിൽ നമുക്ക് ഔട്ട്പുട്ടിൻ്റെ ലെങ്ത്തും ജസ്റ്റ് നമുക്ക് നോക്കാം. ചെറിയൊരു പ്രോഗ്രാം. ഓക്കെ, 2 സ്ട്രിങ് ഉണ്ട് നമ്മളുടെ കയ്യിൽ. 2 സ്ട്രിങ്ങിൻ്റെയും ലെങ്ത് എത്രയെന്ന് നമ്മൾ ജസ്റ്റ് നോക്കാൻ വേണ്ടി അതൊരു വേരിയബിളിലോട്ട് നമ്മൾ എന്ത് ചെയ്തു, സെപ്പറേറ്റ് മാറ്റി വെച്ചു. അതിൻ്റെ ലെങ്ത് ഇവിടെ പ്രിന്റ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് കാണുന്നു. ഫൈനലി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് ആ 2 സ്ട്രിങ്ങിനെയും കൺകാജിനേറ്റ് ചെയ്തിട്ട് ഒരു റിസൾട്ട് കിട്ടും അല്ലേ, ഹലോ വേൾഡ് എന്നുള്ള. ആ ഹലോ വേൾഡിൻ്റെയും എന്താ നമ്മൾ എടുക്കുന്നത്, ലെങ്ത് ഇവിടെ ജസ്റ്റ് നോക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഫംഗ്ഷൻ റൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ 5, 5, 10 ഹലോ വേൾഡ്. അപ്പോൾ ഈ കാണുന്ന ഫസ്റ്റ് 5 എന്താണ്, അത് നമ്മളുടെ ഈ ഒരു സ്ട്രിങ്ങിൻ്റെ, അതായത് ലെങ്ത്, ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ആണ് അല്ലേ. നമ്മുടെ str നമ്മൾ ഇവിടെയാണ് ഫസ്റ്റ് പ്രിന്റ് കൊടുത്തത് അല്ലേ. ഫസ്റ്റ് നമ്മൾ പ്രിന്റ് ചെയ്തത് ഈ വേരിയബിളിലുള്ള ലെങ്ത് ആണ്. അതായത് ഹലോ എന്ന ഈ ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് നമ്മൾ നേരത്തെ നോക്കിയതാണ്. ഹലോയിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്, 1, 2, 3, 4, 5. അതുപോലെ തന്നെ നമ്മുടെ വേൾഡിൻ്റെ ലെങ്ത് എത്രയാണ്, അതും 1, 2, 3, 4, 5. ആ 5 ആണ് സെക്കൻഡ് കാണുന്നത്. തേർഡ് കാണുന്ന ഈ 10 എന്താണ്, 10 എന്ന് പറയുന്നത് ഔട്ട്പുട്ട്. അതായത് നമ്മൾ ആ 2 സ്ട്രിങ് എന്ത് ചെയ്ത് കൺകാജിനേറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ ഓൾറെഡി ഇതിൽ 5 ഉണ്ട്, ഇതിൽ 5 ഉണ്ട്. അപ്പോൾ ഹലോ വേൾഡ് എത്ര ഉണ്ടായിരിക്കും, 10 ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ കൗണ്ടാണ് ഇവിടെ കാണിക്കുന്നത്. ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, പ്രിന്റ് ഔട്ട്പുട്ട്, നമ്മളുടെ ഈ ഒരു ഔട്ട്പുട്ട് നമ്മൾ കൺകാജിനേറ്റ് ചെയ്ത ആ ഒരു സ്ട്രിങ് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തു, ഡിസ്പ്ലേ ചെയ്തു. ചെറിയൊരു പ്രോഗ്രാമാണ് ചെയ്തു നോക്കിയത്. ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഒരു രീതിയിലൊക്കെ ലെങ്ത് കണ്ടിട്ടും അതുപോലെ ടൈപ്പ് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഏത് ടൈപ്പാന്നൊക്കെ നമുക്ക് ഇവിടെ ജസ്റ്റ് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് ഫംഗ്ഷൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്പിൽ നമുക്ക് വേണമെന്നുണ്ട് ഔട്ട്പുട്ട് ആ ഒരു വേരിയബിളിലുള്ള വാല്യൂ ഏത് ടൈപ്പാണെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. ഡെഫിനറ്റ്ലി എന്തായിരിക്കും, സ്ട്രിങ് ആയിരിക്കും അല്ലേ. ഇതിൻ്റെ ക്ലാസ് എന്താണ്, str, അതായത് സ്ട്രിങ് ആണ്. സ്ട്രിങ്ങിൽ അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഇൻഡെക്സിങ് ആണ്. ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊസിഷൻ കൊടുക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. നമ്മൾക്ക് നമ്മുടെ സ്ട്രിങ്ങിന് ഏതെങ്കിലും ഒരു സ്പെസിഫിക് പൊസിഷനിലുള്ള ഒരു ക്യാരക്ടർ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻഡെക്സ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ ഒരു സ്ട്രിങ് യൂസ് ചെയ്തായിരുന്നു, ഹലോ എന്നുള്ളൊരു സ്ട്രിങ്. ഈ ഹലോൻ്റെ ലെങ്ത്ത് നമ്മൾ ഓൾറെഡി കണ്ടതാണ് അല്ലേ. അതായത് 1, 2, 3, 4, 5 ഇങ്ങനെയാണ് ലെങ്ത്ത് കാണുന്നത്. പക്ഷെ നമ്മൾ ഇൻഡെക്സ്
വാല്യൂസ് അസൈൻ ചെയ്യുമ്പോൾ അതാണ്ട് പൊസിഷൻസ് നമ്മൾ നോക്കുന്നത് 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അതായത് ഈ എച്ച് ഇരിക്കുന്ന ഹലോൻ്റെ ഫസ്റ്റ് ക്യാരക്ടറാണ് എച്ച് അല്ലേ. എച്ച് ഇരിക്കുന്ന പൊസിഷൻ 0 ആയിരിക്കും. അതിൻ്റെ ഇൻഡെക്സ് വാല്യൂ 0 ആയിരിക്കും. 0 1 2 3 4 ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ ഇൻഡെക്സ് എന്ത് ചെയ്യുന്നത്, സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്താണ്, ഒരു അസംഷനാണ്. ഈ ഒരു നമ്മൾ ഓരോ സ്ട്രിങ്ങിനും ഇൻഡെക്സ് നമുക്ക് വാല്യൂസ് കാണാൻ കഴിയില്ല, പക്ഷെ നമുക്ക് ഓരോരോ സ്പെസിഫിക് ക്യാരക്ടേഴ്സ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഡെക്സ് വാല്യൂ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയൊരു സ്ട്രിങ് എഴുതാം. നമ്മൾ ഡെവോപ്സ് എന്ന് ഡെവോപ്സ് എന്നുള്ള ഒരു സ്ട്രിങ്. ഇപ്പോൾ ഡെവോപ്സിൻ്റെ ലെങ്ത്തും ഇൻഡെക്സും ഡിഫറെൻ്റ് ആണ്. ഇതിൻ്റെ ലെങ്ത്ത് എത്ര ഉണ്ടായിരിക്കും? 1 2 3 4 5 6 അല്ലേ. പക്ഷേ ഇതിൻ്റെ ഇൻഡെക്സ് വാല്യൂ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? 1 എന്നല്ല 0 എന്നാണ് അല്ലേ. 0th പൊസിഷനിൽ ഇരിക്കുന്ന ആൾ ഡി ആണ്, ഫസ്റ്റ് പൊസിഷനിൽ ഇ ആണ്, സെക്കൻഡ് പൊസിഷനിൽ വി, തേർഡ് പൊസിഷനിൽ ഒ, ഫോർത്ത് പൊസിഷനിൽ പി, ഫിഫ്ത്ത് പൊസിഷനിൽ എസ്. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ ഇൻഡെക്സ് എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മളുടെ കൺസോളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി എന്തുണ്ട്, ഹലോ എന്നുള്ള ഒരു സ്ട്രിങ് നമ്മൾ str അസൈൻ ചെയ്തിട്ടുണ്ട്. ആണെന്നുണ്ടെങ്കിൽ ഹലോ ജസ്റ്റ് ചേഞ്ച് ചെയ്യാം. ഡെവോപ്സ് ട്രെയിനിങ് എന്ന് കൊടുക്കുന്നുണ്ട്. ഡെവോപ്സ് ട്രെയിനിങ് ഇതിൽ ഞാൻ CH ക്യാരക്ടർ എന്നുള്ള ഒരു ഷോർട്ടായിട്ട് CH എടുക്കുന്നുണ്ട്. CHലോട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലുള്ള ഒരു സ്പെസിഫിക് പൊസിഷനിലെ ഒരു ക്യാരക്ടറിനെ ഞാൻ സ്റ്റോർ ചെയ്യാണ്, കണ്ട് സേവ് ചെയ്യാണ്. str1 അത് നമ്മളുടെ സ്റ്റോർ ചെയ്തത്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് അസൈൻ ചെയ്തിട്ടുള്ളത്, ഈ വേരിയബിളിലോട്ടാണ് അല്ലേ. ആ വേരിയബിൾ ഇട്ട് അത് കഴിഞ്ഞിട്ട് str1 ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളുടെ സ്ക്വയർ ബ്രാക്കറ്റ്, ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് നമ്മൾക്ക് വേണ്ട ഇൻഡെക്സ് പൊസിഷൻ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇപ്പോൾ എനിക്ക് ഈ ഡെവോപ്സ് ട്രെയിനിങ് എന്ന് പറയുന്ന ഈ ഒരു സ്ട്രിങ്ങിൽ നിന്നും എനിക്ക് എന്ത് ചെയ്യണം, ഡീനെ മാത്രം എടുക്കണം. അതായത് ഫസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള ഫസ്റ്റ് ക്യാരക്ടർ ആയിട്ടുള്ള ഡീനെ എനിക്ക് എന്ത് ചെയ്യണം, ആക്സസ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്താ ഇവിടെ കൊടുക്കേണ്ടത്, 0. ഓക്കെ, 0 ഞാൻ കൊടുത്ത് താഴെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് പ്രിൻ്റ് ചെയ്യാം. പ്രിൻ്റ് ഫംഗ്ഷനിൽ നമുക്ക് എന്താണ് കാണേണ്ടത്, CH ആണ് അല്ലേ. ഇവിടെ പ്രിൻ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമുക്ക് കിട്ടുക, ഒന്നും ഔട്ട്പുട്ട് അവിടെ ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ നമ്മൾക്ക് ഡിസ്പ്ലേ ചെയ്തിട്ട് നമ്മുടെ സ്ക്രീനിൽ ടെർമിനലിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രിൻ്റ് ഫംഗ്ഷൻ കോൾ ചെയ്തിരിക്കണം. ഓക്കെ, അതിൻ്റെ അകത്ത് ഞാൻ എന്ത് പാസ് ചെയ്തു, CH. അതായത് CHൻ്റെ അകത്തായിരിക്കും നമ്മൾ ഇവിടെ നിന്ന് എടുത്ത ആ ഒരു ക്യാരക്ടർ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചത്. ജസ്റ്റ് വീണ്ടും പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം, കണ്ടോ, D. നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്തു, 0 മാറ്റിയിട്ട് ഞാൻ 3 കൊടുത്തു. അപ്പോൾ തേർഡ് പൊസിഷനിൽ ആരായിരിക്കുന്നത്, തേർഡ് പൊസിഷനിൽ 0 1 2 3 O ആണ് അല്ലേ. നമുക്ക് കിട്ടുന്നത് O തന്നെയാണോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കൺഫേം ആക്കാം. കണ്ടോ, O ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പെസിഫിക് ചെയ്തിട്ട് നമ്മൾക്കൊരു സ്ട്രിങ്ങിലെ ഏതെങ്കിലും ക്യാരക്ടറിനെ നമുക്ക് ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഇൻഡെക്സ് പൊസിഷൻസ് ഒക്കെ. ഇൻഡെക്സ് പൊസിഷൻസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ നമുക്ക് വരുന്നൊരു കൺഫ്യൂഷനാണ്, നമ്മൾ 1 2 3 4 ആ ഒരു രീതിയിൽ കൗണ്ട് ചെയ്ത് വിചാരിക്കും. അങ്ങനെയല്ല, 0th മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 0 1 2 3 ആ ഒരു രീതിയിലായിരിക്കും. വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് കോൾ ചെയ്യാം str1 ഓഫ് തേർഡ് പൊസിഷൻ. O ആണ് വന്നിട്ടുള്ളത്. ഇനി ഇവിടെ 6th പൊസിഷൻ കൊടുത്തു കഴിഞ്ഞാലോ, 6th പൊസിഷൻ കൊടുത്തപ്പോൾ എനിക്കിവിടെ ബ്ലാങ്ക് ആണ് അല്ലേ. ഒന്നും കൂടി കാണിക്കാം. വീണ്ടും ഞാൻ പ്രോഗ്രാം റൺ ചെയ്തു. 6th പൊസിഷൻ കൊടുത്തപ്പോൾ എനിക്കിവിടെ എന്തുകൊണ്ട് ബ്ലാങ്ക് ആയി, ഇവിടെ എനിക്ക് പ്രോപ്പറായിട്ട് ഔട്ട്പുട്ട് ഒന്നും ഇല്ല. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത സ്ട്രിങ് എന്തായിരുന്നു,
ഡവോപ്സ് ട്രെയിനിങ് ആയിരുന്നു അല്ലേ? ഡവോപ്സ് ഒരു സ്പേസ് ഇട്ടിട്ട് എന്തായിരുന്നു ട്രെയിനിങ് എന്നാണ് നമ്മൾ കൊടുത്ത സ്ട്രിങ് ട്രെയിനിങ്. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വരുന്നത് ഇൻഡെക്സ് പൊസിഷൻ എത്ര ആയിരിക്കും? 0 ആയിരിക്കും. 1 2 3 4 5. ഓക്കെ, നെക്സ്റ്റ് ടിയുടെ താഴത്ത് 6 അല്ല. ഇവിടെ എന്തുണ്ട്? ഒരു സ്പേസ് ഉണ്ടല്ലേ? നമ്മൾ ഓൾറെഡി എന്ത് പറഞ്ഞായിരുന്നു? പൈത്തൺ അക്സെപ്റ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് സെറ്റിൽ നമ്മൾ എന്ത് പറഞ്ഞായിരുന്നു? ബ്ലാങ്ക് സ്പേസ്, അതുപോലെ സ്പെഷ്യൽ സിമ്പിൾസ്, നമ്മൾ @, അതുപോലെ സ്റ്റാർ, ഇതെല്ലാം എന്ത് ചെയ്യും? പൈത്തണ് ഡിറ്റക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ സ്പേസും എന്താണ്? ഒരു ഇൻഡെക്സ് പൊസിഷൻ. അതായത് സ്പേസും എന്ത് ചെയ്യുന്നുണ്ട്? മെമ്മറിയിൽ ഒരു പൊസിഷൻ അലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്പേസും എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. 6 7 8 9 10 11 12 അങ്ങനെ പോകും. അപ്പോൾ ഞാൻ ഇവിടെ ഈ സ്ട്രിങ്ങിൻ്റെ 6th പൊസിഷൻ ഞാൻ ആക്സസ് ചെയ്തപ്പോൾ എനിക്ക് എന്താ കിട്ടിയത്? എനിക്കിവിടെ ഒരു ബ്ലാങ്ക് സ്പേസ്, അതായത് ഇവിടെ ഉള്ള ഒരു സ്പേസ് ഇവിടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നത്. കാര്യം ഞാനിവിടെ 7th പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? ടി കിട്ടണം അല്ലേ? ഈ ടി ആയിരിക്കണം കിട്ടേണ്ടത്. കണ്ടോ? ടി ആണ് കിട്ടുന്നത്. അപ്പോൾ ഇൻഡെക്സ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇൻഡെക്സിൽ തന്നെ നമ്മൾക്ക് വേറൊരു കാര്യം വരുന്നുണ്ട്, സ്ലൈസിങ് ഓപ്പറേഷൻ. ഈ സ്ലൈസിങ് ഒക്കെ നമ്മൾ നല്ല രീതിയിൽ ഈ മെഷീൻ ലേണിങ്ങിന് അതുപോലെ പൈത്തൺ യൂസ് ചെയ്യുന്നവരൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന സംഭവമാണ് സ്ലൈസിങ് മെത്തേഡൊക്കെ. അതായത് ഇപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ഒരു സ്ട്രിങ്ങിലെ ഒരു സ്പെസിഫിക് ക്യാരക്ടറിനാണ് നമ്മൾ എന്ത് ചെയ്തത്? നമ്മൾ ആക്സസ് ചെയ്യാൻ നോക്കിയത് അല്ലേ? അതായത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഒരു ഇൻഡെക്സ് പൊസിഷനിൽ ഇരിക്കുന്ന ഒരു ക്യാരക്ടറിനെ നമ്മൾ എന്ത് ചെയ്തു? ആക്സസ് ചെയ്യാൻ നോക്കി. പക്ഷെ എനിക്ക് എന്ത് വേണം? ഒരു സ്ട്രിങ്ങിലെ ഒരു പാർട്ട് ഓഫ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു പൊസിഷനിൽ ഇരിക്കുന്ന കുറച്ച് ക്യാരക്ടേഴ്സിന് മൊത്തത്തിൽ എനിക്ക് എന്ത് ചെയ്യണം? മുഴുവനായിട്ട് ആക്സസ് ചെയ്യണം. അതായത് ഒരു പാർട്ട് ഓഫ് നമ്മുടെ സ്ട്രിങ്ങിലെ ഒരു പാർട്ട് ഓഫ് ക്യാരക്ടേഴ്സിന് നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ സ്ലൈസിങ്. ഓക്കെ, അതായത് നമ്മൾ സ്ലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? കട്ട് ചെയ്യുക എന്നുള്ള ആ ഒരു മീനിങ് ഒക്കെ പോലെ തന്നെ സ്ലൈസിങ് എങ്ങനെയാണെന്ന് ജസ്റ്റ് നോക്കാം. സ്ലൈസിങ്ങിൽ എന്ത് ചെയ്തു? ഇവിടെ നമുക്കറിയാം ഡി എന്താണ്? 0th പൊസിഷനാണ്, ഈ ഫസ്റ്റ് പൊസിഷനാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് കൊടുത്തു, ഫസ്റ്റ് പൊസിഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു സെമി കോളൻ ഇടണം. ഓക്കെ, സെമി കോളൻ, അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡ് പോയിന്റും, ഇൻഡെക്സിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡ് പോയിന്റുമാണ് നമ്മൾ ഈ സെമി കോളൻ്റെ ആഫ്റ്ററും ബിഫോറും ഇടുന്നത്. ഞാൻ ഫസ്റ്റ് ഇവിടെ എന്ത് ചെയ്തു? 1 കൊടുത്തു. അതുപോലെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ ജസ്റ്റ് 5 എന്ന് കൊടുത്തു. ജസ്റ്റ് നമ്മളുടെ ഈ ഒരു പ്രോഗ്രാം നോക്കണേ. നമ്മൾ മുന്നേ ആക്സസ് ചെയ്തത് എങ്ങനെയായിരുന്നു? ഒരു സ്പെസിഫിക് പൊസിഷനിലെ സ്പെസിഫിക് ക്യാരക്ടറിനായിരുന്നു അല്ലേ? ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? 2 ഇൻഡെക്സ് വാല്യൂ, അതായത് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഉണ്ട്. ഇതിൻ്റെ ബിറ്റ്വീനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സെമി കോളൻ യൂസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് പ്രിന്റ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ? എവോപ്പ്, അതായത് മുതൽ ഈ വരെയുള്ള എന്ത് കിട്ടിയിട്ടുണ്ട്? ക്യാരക്ടേഴ്സ് എനിക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. നമ്മളിവിടെ കൊടുത്ത ഇൻഡെക്സ് വാല്യൂകളും ശ്രദ്ധിക്കണേ. 1 അതുപോലെ 5 ആണ്. വന്നു കഴിഞ്ഞു എന്നും കൂടി എഴുതുന്നുണ്ട്. ഡെവോപ്സ് സ്പേസ് കഴിഞ്ഞിട്ട് ട്രെയിനിങ് അല്ലേ? നമ്മളുടെ ഇൻഡെക്സ് വാല്യൂ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ് പൊസിഷൻ? 0th പൊസിഷൻ, ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ്, തേർഡ്, 4th. അതുപോലെ ഇവിടെ വരുന്ന നമ്മുടെ സ്പേസ് എന്തായിരിക്കും? 6th പൊസിഷൻ ആയിരിക്കും. 7 8 10 12 13 14. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താ കൊടുത്തത്? നമ്മളുടെ സ്ട്രിങ്ങിൻ്റെ അകത്ത് ഫസ്റ്റ് അതുപോലെ സെമി കോളൻ ഇട്ടിട്ട് നമ്മൾ എന്താ കൊടുത്തത്?
5. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? എവോപ്പ് അല്ലേ? എവോപ്പ്. അതായത് നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്താ കൊടുത്തത്? ഫസ്റ്റ് ആണ് കൊടുത്തത്. അപ്പോൾ ഇവിടെ മുതൽ സംഭവിച്ചു 5th വരെയുള്ള 5th വരെ, അതുകൊണ്ട് 5th പൊസിഷനിൽ ഇരിക്കുന്ന ക്യാരക്ടർ എന്താണോ അത് ഇൻക്ലൂഡഡ് ആയിരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾക്ക് നമ്മളുടെ ഔട്ട്പുട്ടിൽ വരത്തില്ല. 5th വരെയുള്ളത്, അതായത് 5th വരെയുള്ള ഈ ഒരു ക്യാരക്ടേഴ്സ് ആയിരിക്കും അവിടെ ആക്സസിബിൾ ആവുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കണേ. നമ്മൾ ഈ സ്ലൈസിങ് യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ എൻഡ് പോയിന്റ് നമ്മൾ അല്ലാണ്ട് എൻഡ് ഇൻഡെക്സ് വാല്യൂ നമ്മൾ ഏതാണോ കൊടുത്തിട്ടുള്ളത് അതൊരിക്കലും ആക്സസിബിൾ ആയിരിക്കത്തില്ല നമ്മുടെ ഔട്ട്പുട്ടിൽ. നമ്മൾ 1 മുതൽ 5 വരെ ഉള്ളത് കൊടുത്തു അല്ലേ? അപ്പോൾ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ടായിരിക്കത്തില്ല. ഓക്കെ, 5 വരെ ഉള്ളത് ഉണ്ടായിരിക്കത്തുള്ളൂ, അതായത് 4th പൊസിഷൻ വരെ. അപ്പോൾ നമുക്ക് 5ഉം കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഇൻഡെക്സ് വാല്യൂ ഇവിടെ കൂട്ടിയിട്ട് കൊടുക്കണം. ഇവിടെ 5 ഉള്ളത് ജസ്റ്റ് 6 ഇട്ട് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു എസും കൂടി ആക്സസിബിൾ ആയിരിക്കും. കണ്ടോ? ഡെവോപ്സ്. അതല്ല, നമുക്ക് ആ ഡെവോപ്സ് എന്നുള്ളത് മാത്രമാണ് വേണ്ടതുണ്ടെങ്കിൽ 0 മുതൽ 6 വരെ ഇട്ട് കൊടുക്കും. കണ്ടോ? അപ്പോൾ ഡെവോപ്സ് മാത്രം നമുക്ക് കിട്ടി. ആ ട്രെയിനിങ് എന്നുള്ള ആ ഒരു പോർഷൻ അല്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ സ്ലൈസിങ്ങും അതുപോലെ നമ്മൾ മുന്നേ ചെയ്ത ആ ഒരു മെത്തേഡും രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്തത് ഒരു സിംഗിൾ ഇൻഡെക്സ് പോയിന്റ് അല്ല ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു സ്പെസിഫിക് ഒരു പൊസിഷനിലെ ഒരു ക്യാരക്ടറിനെ നമ്മൾ എന്ത് ചെയ്തിരുന്നത്? ആക്സസ് ചെയ്യാൻ നോക്കിയിരുന്നത്. ഇപ്പം നമ്മൾ ആക്സസ് ചെയ്തത് എങ്ങനെയാണ്? ഒരു സ്ട്രിങ്ങിലെ പാർട്ട് ഓഫ് ക്യാരക്ടേഴ്സിനെ. ഓക്കെ, അത് നമ്മൾ ഒരു സ്റ്റാർട്ടിങ് പോയിന്റും അതുപോലെ ഒരു എൻഡ് പോയിന്റും പറഞ്ഞു കൊടുത്തിട്ട് ആ ഒരു സ്പെസിഫിക് ഇത്രയും ഒരു ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്തത്? ആക്സസ് ചെയ്യാൻ നോക്കുന്നത്. ഇതിലും നമുക്ക് എന്ത് ചെയ്യാം? ഫോർ എക്സാമ്പിൾ ഞാനിവിടെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. ഓക്കെ, സെമിക്കോളൻ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ എൻഡ് പൊസിഷൻ മാത്രം പറഞ്ഞു കൊടുക്കുന്നുള്ളൂ. അത് ഞാനൊരു 6 കൊടുത്തു. ഓക്കെ, 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ സ്പേസ് വരുന്ന ഏരിയയാണ്, ആ പൊസിഷനാണ് 6. ഓക്കെ, ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടായിരിക്കുക? സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പൈത്തൺ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ട്, അതായത് ഫസ്റ്റ് ഈ സ്ട്രിങ് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ മുതൽ നമ്മൾ പറഞ്ഞു കൊടുത്ത എൻഡ് പോയിന്റ് വരെയുള്ള ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യും? നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഓക്കെ, ഞാനിവിടെ ഒരു 9th കൊടുത്തു. ഇപ്പം എന്ത് സംഭവിച്ചു? കണ്ടോ? ഡെവോപ്സ് സ്പേസ് കഴിഞ്ഞു TR ട്രെയിനിങ്ങിൻ്റെ ഫസ്റ്റ് 2 ലെറ്റേഴ്സ് എന്ത് വന്നു? ക്യാരക്ടേഴ്സ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ രീതിയിലും ആക്സസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ വേറെ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് കൊടുത്തു, എൻഡ് പോയിന്റ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എൻഡ് വരെയുള്ള, അതായത് സ്റ്റാർട്ടിങ് ഈ 5th പൊസിഷൻ മുതൽ, അതായത് എസ് മുതൽ എൻഡ് വരെയുള്ള അത്രയും ക്യാരക്ടേഴ്സ് കിട്ടും. അതായത് എൻഡ് പൊസിഷൻ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സ്ട്രിങ്ങിൻ്റെ എൻഡ് എവിടെയാണോ അതുവരെയുള്ള ക്യാരക്ടേഴ്സ് നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. അതല്ല നമ്മൾ ഇനി സ്റ്റാർട്ടിംഗ് പൊസിഷൻ കൊടുത്തിട്ടില്ല, എൻഡ് പൊസിഷൻ മാത്രം കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഈ സ്ട്രിങ് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ മുതൽ നമ്മൾ കൊടുത്ത ആ ഒരു എൻഡ് പോയിന്റ് വരെയുള്ള ക്യാരക്ടേഴ്സ് ആക്സസിബിൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡും പഠിക്കുക. ഇപ്പോൾ നമ്മൾക്ക് ഒരു സ്ട്രിങ് ഉണ്ട്. ഓക്കെ, ഒരു വലിയ സ്ട്രിങ് ആണ്, ഒരു മേ ബി ഒരു പാരഗ്രാഫ് ആവാം, അങ്ങനെ ഒരുപാട്. നമുക്ക് അതിൻ്റെ ലെങ്ത്തോ അതിൻ്റെ ഇൻഡെക്സ് പോയിന്റ് ഒന്നും അറിയില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം? ഒരു സ്പെസിഫിക് പോയിന്റ് മുതൽ ഈ 5th പൊസിഷൻ മുതൽ അതിൻ്റെ എൻഡ് വരെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഓൾറെഡി ലെങ്ത് അറിയാം അല്ലേ? str1 ഈ ലെങ്ത് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ലോജിക്കലി ചെയ്യാം. അപ്പോൾ എന്ത് സംഭവിക്കും? 5th മുതൽ ആ എൻഡ് വരെയുള്ള ആ ഒരു ക്യാരക്ടേഴ്സ് നമുക്ക് ആക്സസിബിൾ ആയിരിക്കും. ഇങ്ങനെ നമുക്ക് ആക്സസ് ചെയ്യാം. ഇങ്ങനെ കൊടുക്കുന്നില്ല, ഇവിടെ ഇനി ഒന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിലും ആ എൻഡ് വരെ നമുക്ക് എന്താണ്? ആക്സസ് ചെയ്യാൻ സാധിക്കും. കണ്ടോ? മുതൽ ട്രെയിനിങ് വരെ. ഇവിടെ ഞാൻ ജസ്റ്റ് 1 കൊടുത്തു. ഇത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ? ഡെവോപ്സ് ട്രെയിനിങ്. ആ ഫസ്റ്റ് ലെറ്റർ ആ ഒരു ക്യാരക്ടർ ഡി ഉണ്ടായിരിക്കത്തില്ല, കാരണം ഡി എന്ന് പറയുന്നത് 0th പൊസിഷനിലാണ്. അപ്പോൾ ഈ ഇൻഡെക്സിങ് എന്താണെന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. അതിൽ ഈ സ്ലൈസിങ് മെത്തേഡ് നമുക്ക് എങ്ങനെയൊക്കെ സ്ലൈസ് ചെയ്യാം,
അതിൻ്റെ ആ ഒരു സെമി കോളൻ ഇട്ടിട്ട് നമ്മൾ ബിഫോറും ആഫ്റ്ററും എന്താണ് എഴുതേണ്ടത്. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ബ്രാക്കറ്റ്. സാധാ നമ്മളുടെ എന്താ പറയുക, കർവ് ബ്രാക്കറ്റ് അല്ല, സ്ക്വയർ ബ്രാക്കറ്റ് ആണ് നമ്മൾ ഇടേണ്ടത്. സ്ലൈസിങ്ങിൽ തന്നെ ഇപ്പോൾ നമ്മൾ ചെയ്തെന്താണ്, പോസിറ്റീവായിട്ടുള്ള ഡിജിറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്ലൈസ് അല്ല. അതുപോലെ നെഗറ്റീവ് ഇൻഡെക്സിങ് പൊസിഷൻസും ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇതൊന്നും വേണ്ട, ജസ്റ്റ് ഡെവോപ്സ് മാത്രം. ഡെവോപ്സ് എന്ന ഒരു സ്ട്രിങ്, ഡെവോപ്സ് എന്ന് എടുത്തതൊക്കെ ഒരു എക്സാമ്പിളിന് എടുത്തതാണ്. നിങ്ങൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വലിയ എക്സാമ്പിളോ അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി ചെറിയ ചെറിയ എക്സാമ്പിൾസ് ഒക്കെ എടുക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് എന്താ അറിയാം, ഓൾറെഡി 0, 1, 2, 3, 4, 5 ഓക്കെ 5 പൊസിഷൻ ഉണ്ട്. 5th പൊസിഷനിലാണ് ലാസ്റ്റ് ക്യാരക്ടർ ഇരിക്കുന്നത്. ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, -4 ഓക്കെ -4 ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, n ആണ് വന്നത് അല്ലേ. അതായത് നമ്മളിവിടെ കൊടുത്തത് എന്തായിരുന്നു, ഡെവോപ്സ്. സോറി, ഇവിടെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് നമുക്ക് ഡെവോപ്സ് മാത്രം മതി. കൂടുതൽ കൺഫ്യൂഷൻസ് ഇല്ലാതിരിക്കാൻ മാത്രമാണ് ഞാൻ ഈ ഡെവോപ്സ് ഒന്നും കൂടി സ്ട്രിങ്ങിനെ ചെറുതാക്കിയത്. കണ്ടോ, വി ആണ് വന്നത്. അതായത് നമ്മൾ റിവേഴ്സ്, നമ്മളുടെ നെഗറ്റീവ് രീതിയിലാണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരിക. ഇത് -1, ഇത് -2, ഇത് -3, വി എന്ന് പറയുന്നത് -4, ഈ -5, ഈ -6 ഓക്കെ. അതെന്ത് ചെയ്യുക, ജസ്റ്റ് ഈ നെഗറ്റീവ് ഇൻഡെക്സിങ്ങും ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഞാനിവിടെ -4 കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു, -4th പൊസിഷനിലുള്ള വി വന്നു. ഇപ്പോൾ നമ്മൾ എന്തിനാ -4 കൊടുത്തു നോക്കും, -4 അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, പോസിറ്റീവായിട്ടുള്ള ഇൻഡെക്സിങ്ങും ചെയ്യാം, നെഗറ്റീവായിട്ടും ചെയ്യാം. അപ്പോൾ അതൊക്കെ ഓരോരോ പർപ്പസ് ആയിരിക്കും, അതിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ജസ്റ്റ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇൻഡെക്സിങ് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. അതുപോലെ സ്ട്രിങ്ങിൽ നമ്മൾ ഒരുപാട് ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഒക്കെ ചെയ്തു അല്ലേ. ഒരു സ്ട്രിങ്ങിനെ നമുക്ക് എങ്ങനെ കൺകാജിനേറ്റ് ചെയ്യാം, അതുപോലെ ബേസിക് ആയിട്ടുള്ള ചെറിയ എന്താ പറയുക ബിൽറ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്തത്, എങ്ങനെ ലെങ്ത് കാണാം, ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് സ്ട്രിങ്ങിൽ മനസ്സിലാക്കേണ്ടത്. ഇനി സ്ട്രിങ്ങിൽ എന്തുണ്ട്, കുറച്ചും കൂടി കൂടുതലായിട്ടുള്ള ഇൻബിൽറ്റ് ഫങ്ഷൻസ് ഉണ്ട് ഓക്കെ. അപ്പോൾ അതൊക്കെ എങ്ങനെ നമുക്ക് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത്. അപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, str1 എന്ന് പറയുന്ന വേരിയബിളിലോട്ട് ഡെവോപ്സ് എന്ന് പറയുന്ന ഒരു വാല്യൂ നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പ്രിൻ്റ് ചെയ്യും. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കൊരു പുതിയൊരു വേരിയബിളും കൂടി റിസൾട്ട് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്യും. റിസൾട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്ട്രിങ്ങിനെ നമുക്ക് മറ്റൊരു രീതിയിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് ഇൻബിൽറ്റ് ഫങ്ഷൻസ് യൂസ് ചെയ്യാം. സ്ട്രിങ് 1 ഡോട്ട് നമുക്ക് ഉണ്ട് കണ്ടോ, ഞാൻ 1 ഡോട്ട് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഒരുപാട് ഇതെല്ലാം എന്താണ് ഇൻബിൽറ്റ് ആയിട്ട് പൈത്തൻ്റെ അകത്തുള്ള ഒരുപാട് ഫങ്ഷൻസാണ്. ഇത് പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന എന്താ പറയുക ഫങ്ഷൻസ് ആണ്. ഇതെല്ലാതും എന്ത് ചെയ്യുക, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാം. എന്നാലും ഇതിൽ കുറച്ചെണ്ണമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഇവിടെ ക്യാപിറ്റലൈസ് കണ്ടോ, ക്യാപിറ്റലൈസിൽ ബ്രാക്കറ്റ് ഞാൻ എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് പ്രിൻ്റ് റിസൾട്ട് ഒന്ന് കോൾ ചെയ്യാം. പ്രിൻ്റ് റിസൾട്ട് ഞാനിവിടെ ഈ ഡെവോപ്സിൻ്റെ ഡി എന്ത് ചെയ്യുന്നുണ്ട്, സ്മോൾ ലെറ്റർ ഡി ആക്കുന്നുണ്ട്. പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഓക്കെ. അതായത് പ്രിൻ്റ് റിസൾട്ട് എന്ത് ചെയ്തു, പ്രിൻ്റ് ചെയ്ത് വന്നപ്പോൾ നമ്മളുടെ സ്ട്രിങ് ഓൾറെഡി എന്താണ് സ്മോൾ ലെറ്റർ ഡി എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ, സ്മോൾ ലെറ്റർ ഡി ഡെവോപ്സ്. നമുക്ക് ഔട്ട്പുട്ട് പ്രിൻ്റ് ചെയ്ത് വന്നപ്പോൾ എന്താ വന്നത്, ഡെവോപ്സ്. അതായത് ആ ഒരു സ്ട്രിങ്ങിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്തായിട്ടുണ്ട്, ക്യാപിറ്റൽ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാപിറ്റലൈസ് എന്ന് പറയുന്ന ഈ ഒരു ഇൻബിൽറ്റ് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ട്രിങ്ങിൻ്റെ ഫസ്റ്റ് ക്യാരക്ടറിനെ ക്യാപിറ്റൽ ആക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റൊരു ഇൻബിൽറ്റ് ആയിട്ടുള്ള എന്താ പറയുക ഫംഗ്ഷനാണ് റീപ്ലേസ്. ആണ് ഇവിടെ കുറച്ച് ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ അതിവിടെ സജഷനിൽ വരുന്നുണ്ട് റീപ്ലേസ്. റീപ്ലേസിൻ്റെ അകത്ത് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ക്യാരക്ടർ എന്തെങ്കിലും ഇവിടെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ആ സ്പെസിഫിക് ക്യാരക്ടർ ഇപ്പോൾ ഞാൻ ഈ ചേഞ്ച് ചെയ്യണം, കോമ ഇട്ടിട്ട് ന്യൂ ഏത് ക്യാരക്ടർ, അതായത് ഓൾഡ് ന്യൂ
ഓൾഡ് കോമ ന്യൂ. ഈ ഒരു ബ്രാക്കറ്റിൻ്റെ അകത്ത് വരുന്നത് ഓൾറെഡി ഇതിലുള്ള ഏതെങ്കിലും ഒരു ക്യാരക്ടർ നമുക്ക് ചേഞ്ച് ചെയ്യണം, റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യാനുള്ള ഒരു ഇൻബിൽറ്റ് ഫംഗ്ഷനാണ്. പി മാറ്റിയിട്ട് ഞാൻ അവിടെ എന്താക്കാണ്, ഒരു ബി ഞാൻ കൊടുക്കുന്നുണ്ട്. ബി അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്താ വരുന്നത് നമുക്ക് ജസ്റ്റ് കണ്ടോ. ഇപ്പോൾ ഡെവോപ്സിൻ്റെ വീൻ അവിടുന്ന് റീപ്ലേസ് ചെയ്തിട്ട് പകരം എന്ത് ഇൻസേർട്ട് ആയിട്ടുണ്ട്, ബി ഇൻസേർട്ട് ആയിട്ട്. അപ്പോൾ നമുക്ക് വന്ന ഔട്ട്പുട്ട് എന്താണ് കണ്ടോ, ഈ ഒരു രീതിയിലാണ് ബി ചേഞ്ച് ആയിട്ട് അവിടെ ബി വന്നിട്ടുണ്ട്. അപ്പോൾ ക്യാപിറ്റലൈസ് എന്ന് പറയുന്ന ആ ഒരു ഇൻബിൽറ്റ് ഫംഗ്ഷൻ ജസ്റ്റ് നോക്കുക, റീപ്ലേസ്, അങ്ങനെ ഒരുപാട് ഇൻബിൽറ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഉണ്ട്. അടുത്തൊരു ഇൻബിൽറ്റ് ആണ് ഫൈൻഡ് എന്ന് പറയുന്ന ഒരു ഇൻബിൽറ്റ് ഫംഗ്ഷൻ. അതായത് ഈ ഒരു സ്ട്രിങ്ങിലെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ക്യാരക്ടർ നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഡെക്സ് പൊസിഷൻ അത് പറഞ്ഞു തരും. ഞാൻ ഫോർ എക്സാമ്പിൾ വി ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾക്കറിയാം വി എന്ന് പറയുന്നത് എത്രാമത്തെ ഇൻഡെക്സ് ഏരിയയിലാണ്, അതായത് 0, 1, 2 അല്ലേ, സെക്കൻഡ് പൊസിഷനിലാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഫൈൻഡിൽ ഏത് ക്യാരക്ടറാണോ കൊടുക്കുന്നത് ആ ക്യാരക്ടർ കറൻ്റ്ലി നിൽക്കുന്ന ഇൻഡെക്സ് പൊസിഷനായിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. കണ്ടോ ഇവിടെ 2, അതായത് സെക്കൻഡ് പൊസിഷനിലാണ്, 0, 1, 2. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കാം, പി കൊടുക്കാം. പി ഏത് ഇൻഡെക്സ് പൊസിഷനിലാണ് നിൽക്കുന്നത് ഇവിടെ കാണാം. കണ്ടോ 4th പൊസിഷനിലാണ്. ഫൈൻഡ് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലെ ഏതെങ്കിലും ക്യാരക്ടർ പറഞ്ഞു കൊടുത്തിട്ട് അതിൻ്റെ ഇൻഡെക്സ് ഏരിയ കാണാൻ വേണ്ടി. അതുപോലെ എൻസ് വിത്ത് എന്തെങ്കിലും ഒരു സ്ട്രിങ് എൻഡ് ചെയ്യുന്നത്, നമ്മളുടെ ഡെവോപ്സ് എൻഡ് ചെയ്യുന്നത് പി എസിലാണ് അല്ലേ. യെസ്. അപ്പോൾ ഇവിടെ ട്രൂ ഫോൾസ്, ഈ എൻസ് വിത്ത് ട്രൂ ഫോൾസ് എന്നുള്ള രീതിയിലാണ് വർക്ക് ചെയ്യുക. അതായത് നമ്മളുടെ സ്ട്രിങ്, ഇവിടെയുള്ള സ്ട്രിങ് എൻഡ് ചെയ്യുന്നത് എൻസ് വിത്ത്, അതായത് എൻഡ് ചെയ്യുന്നത് പി എസിലാണെന്നുണ്ടെങ്കിൽ ട്രൂ എന്ന് വരും. അതല്ല ഞാനിവിടെ വേറെ എന്തെങ്കിലും എൻഡ് ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ കൊടുക്കുകയാണ്, അപ്പോൾ എന്താണ് ഡെഫിനറ്റ്ലി ഫോൾസ് ആയിരിക്കും വരിക. അപ്പോൾ എൻസ് വിത്ത് വർക്ക് ചെയ്യുന്നത് ഈ ബൂലിയം പോലെ ഫോൾസ് ട്രൂ ഈ ഒരു ലെവലാണ് വർക്ക് ചെയ്യുക. അതുപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഫങ്ഷൻസുകൾ വരും. കണ്ടോ, റീപ്ലേസ്, റെഡ്യൂസ്, റിമൂവ്, പ്ലേസ്, ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഇൻബിൽറ്റ് ഫങ്ഷൻ ഉണ്ടെന്നും അതുപോലെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ എങ്ങനെ ഒരു സ്പെസിഫിക് ഒരു ക്യാരക്ടർ പറഞ്ഞു കൊടുത്ത് അതിൻ്റെ ഇൻഡെക്സ് വാല്യൂ നമുക്ക് എങ്ങനെ എടുക്കാം, അതുപോലെ എങ്ങനെ ഒരു ഫസ്റ്റ് ക്യാരക്ടർ നമുക്ക് എങ്ങനെ ക്യാപിറ്റൽ ആക്കാം, അതല്ലാതെ തന്നെ ഏതൊരു സ്പെസിഫിക് ഒരു സംഭവം നമുക്ക് എങ്ങനെ അതിൽ നിന്ന് ഫൈൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു സ്ട്രിങ് എൻഡ് ചെയ്യുന്നത് ഇതിലാണോ, ഇവർ നമ്മൾ കൊടുക്കുന്ന ക്യാരക്ടറിലാണോ, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഓവറോൾ നോക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെ നോക്കി, ഒരു സ്ട്രിങ്ങിൽ വരുന്ന ബേസിക് ഓപ്പറേഷൻസ് അല്ലേ, അതായത് എങ്ങനെ കൺകാജിനേറ്റ് ചെയ്യാം, അതുപോലെ എങ്ങനെ സ്ലൈസ് ചെയ്യാം, ഇൻഡെക്സിങ്, നെഗറ്റീവ്, അതുപോലെ പോസ്റ്റ്. നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് അത്യാവശ്യം നമുക്ക് വേണ്ട ഇൻബിൽറ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ്, ലെങ്ത് ഫങ്ഷൻ, റീപ്ലേസ്, എൻസ് വിത്ത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കി. കഴിഞ്ഞ നമ്മുടെ ഫസ്റ്റ് സെഷനിൽ നമ്മൾ ഡാറ്റ ടൈപ്പ് എന്താണ്, വേരിയബിൾ എന്താണ്, അതുപോലുള്ള ബാക്കി കാര്യങ്ങൾ നോക്കി. ഇനി നമുക്ക് നോക്കാനുള്ളത് കുറച്ചും കൂടി എന്താ പറയുക, കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അതായത് ഇപ്പോൾ നമ്മൾ ചെയ്തതൊക്കെ എന്താണ്, കണ്ടീഷൻ ഒന്നും ഇല്ലാതെയാണ് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ പ്രിൻ്റ് ചെയ്തതും സ്റ്റേറ്റ്മെൻറ്റുകളുടെ ഔട്ട്പുട്ടൊക്കെ നമ്മൾ എടുത്തത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഒരു സ്പെസിഫിക് കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്ക് വരുന്നത് ആ കണ്ടീഷൻ അനുസരിച്ചിട്ട് നമ്മുടെ പ്രോഗ്രാം നമുക്ക് റൺ ചെയ്യുന്ന രീതിയിലൊക്കെ ആക്കി മാറ്റണം. അപ്പോൾ ഇതുവരെ ചെയ്ത് നമ്മൾ ജസ്റ്റ് നോക്കിയാൽ തന്നെ അറിയാം, നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഒരു വേരിയബിൾ അസൈൻ ചെയ്യുന്നു, ആ വേരിയബിൾ നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നു, ഈ രീതിയിലായിരുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്, ഇഫ്, എലിഫ്, എൽസ്, ഇങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു പ്രോഗ്രാം എഴുതാം, എങ്ങനെ നമുക്ക് കണ്ടീഷൻസ് പറഞ്ഞു കൊടുക്കാം, അതിനനുസരിച്ച് നമുക്ക് എങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ്, ഈ ഒരു കാര്യങ്ങളാണ് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ ഈ ഒരു ചെയ്ത കാര്യങ്ങളിൽ കുറച്ചൊരു ടാസ്കുകളുണ്ട്. അതായത് നമ്മൾ ചെയ്തതൊക്കെ മാനുവലി നമ്മൾ ചെയ്തത്. ഇനി അടുത്തത് ഈ പുട്ട് ഫംഗ്ഷനൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫോർ എക്സാമ്പിൾ ഇവിടെ h ഈക്വൽ ടു
ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഫംഗ്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, യൂസറിൻ്റെ അടുത്ത് നിന്ന് ഒരു യൂസറോട് എന്ത് ചോദിക്കാം, എൻ്റർ യുവർ നെയിം. അപ്പോൾ ആ നെയിം എന്ത് ചെയ്യും, CH എന്ന് പറയുന്നത് ഇതിൽ വന്ന് സ്റ്റോർ ആവും. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു നെയിം എത്ര ലെങ്ത് ഉണ്ട് അല്ലേ, അത്രയും കാര്യം നമുക്ക് പ്രിന്റ് ചെയ്യുന്നത് പോസിബിൾ അല്ല. പ്രിന്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ലെങ്ത്തിൽ CH അല്ലേ. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ ചോദിക്കുന്നുണ്ട്, നെയിമാണ് ചോദിക്കുന്നത്. ഞാനിവിടെ ജോൺ എന്ന് കൊടുത്തു. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പേരെല്ലാം ഇവിടെ പകരം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത് അതിൻ്റെ ആ ഒരു ലെങ്ത് ആണ്. ഈ രീതിയിലൊക്കെ നമുക്കിനി എന്ത് ചെയ്യാം, യൂസറിൻ്റെ അടുത്ത് നിന്ന് പല ഇൻപുട്ടുകളും ചോദിച്ച് വാങ്ങിയിട്ട് അത് നമുക്ക് സ്ലൈസ് ചെയ്യാം. അതിലാണ് അതിൻ്റെ ലെങ്ത് കാണാം, അതിൻ്റെ ഒരു 5th എക്സ്പോഷറിൽ ഇരിക്കുന്ന ലെറ്റർ ഏതാണ്, ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പല കാര്യങ്ങളും കണ്ടെത്താൻ പറ്റും. കാരണം അതിനൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള പല ഇൻബിൽറ്റ് ഫങ്ഷൻസ് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞു.